Good afternoon. Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, we can start. Who is going to do prayer? ഞാനാണ് മാം ആര്യ. ചൊല്ലട്ടെ മാഡം? Okay. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി, വാടി വീഴും പൂവുകളിൽ തുകിലുണർത്തും സ്വാമി, വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി, അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. വിഷ്ണുവും നീ, ശിവനും നീ, ശ്രീമുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പ സ്വാമി. വിഷ്ണുവും നീ, ശിവനും നീ, ശ്രീമുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പ സ്വാമി. കാലവും നീ, പ്രകൃതിയും നീ, കാരണവും നീ, എന്നും കാത്തരുളുക, വരമരുളുക, കൈവണങ്ങുന്നേ അയ്യപ്പ സ്വാമി, അഭയമയ്യപ്പ സ്വാമി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി, അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ, എന്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ. നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ, എന്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ. ആറ്റുനോറ്റു ഞങ്ങൾ വരും നിന്തിരുനടയിൽ, എന്നും കാത്തരുളുക, വരമരുളുക, കൈവണങ്ങുന്നേ അയ്യപ്പ സ്വാമി, അഭയമയ്യപ്പ സ്വാമി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി, അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. താങ്ക് യു മാം. Okay, what's next? Thought of the day, ma'am. Opportunity is a door that opens once. It's up to you to walk through it before it closes. അവസരം ഒരിക്കൽ മാത്രമേ വരൂ, അതിനെ ഉപയോഗപ്പെടുത്തുക, അതിന്റെ മൂല്യം അറിയുക. താങ്ക് യു മാം. നെക്സ്റ്റ് സൈനിങ് ഞാനാണ് മാം. Okay. ഒരു കഥയാണ് പറയാൻ പോകുന്നത്. കുക്കുമുയൽ. വലിയ കേക്ക് കൊതിയനാണ് കുക്കുമുയൽ. അങ്ങനെ ഇരിക്കെ കുക്കുമുയലിന്റെ പിറന്നാൾ ദിവസം വന്നു. കൂട്ടുകാരെല്ലാം എത്തി. ഇനി കേക്ക് വെച്ചാൽ മതി. പെട്ടെന്ന് ഒരാൾ അകത്തേക്ക് വന്നു. ഗർ, ജിങ്കോ സിംഹം. അയ്യയ്യോ, എല്ലാവരും ഭയന്ന് വിറച്ചു. ആരെയെങ്കിലും പിടികൂടിയത് തന്നെ. കുക്കുമുയൽ കേക്കിന്റെ പുറത്തേക്ക് ബോധം കെട്ട് വീഴുമോ എന്ന് പേടിച്ചു. പെട്ടെന്നാണ് ജിങ്കോ സിംഹം കേക്ക് കണ്ടത്. ഹായ് കേക്ക്, എനിക്ക് ഒത്തിരി കേക്ക് തരുമോ? ജിങ്കോ സിംഹം ചോദിച്ചു. കുക്കുമുയൽ ഞെട്ടിപ്പോയി. അവൻ വേഗം കേക്ക് മുറിച്ച് വലിയൊരു കഷ്ണം ജിങ്കോയ്ക്ക് നൽകി. ജിങ്കോ കേക്ക് കഴിച്ചുകൊണ്ട് പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ. എന്നിട്ടോ സിംഹം തിരിഞ്ഞു നടന്നുപോയി. കുക്കുവിനേക്കാൾ വലിയ കേക്ക് കൊതിയനോ? എല്ലാരും ചിരിച്ചു. കുക്കു മാത്രം വിഷമിച്ചു നിന്നു. കാര്യം എന്തെന്നോ, ആദ്യമായിട്ടാണ് കുക്കു ഇത്ര വലിയ കേക്ക് കഷ്ണം മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. താങ്ക് യു മാം. Okay, nice presentation and voice modulation also. നിങ്ങൾക്ക് അത് മാസ്ക് ഒക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ലൈക്ക് ക്യാരക്ടേഴ്സിന്റെ മാസ്ക് ചെയ്ത് അത് വെച്ച് ചെയ്താൽ കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അത് അവർ വളരെ ഇഷ്ടപ്പെടും. ഓക്കെ ഫൈൻ. നമ്മൾ എവിടെയായിരുന്നു? വേറെ
പ്ലീസ്. ഔട്ട്സൈഡ് ദ സ്കൂൾ അല്ലേ? Personal hygiene. ഓക്കെ ഫൈൻ. ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ ഔട്ട്സൈഡ് സ്കൂൾ അല്ലേ? മാം, യെസ്. ഞാൻ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. മറ്റേ വാഷിന്റെ ആണ്, ഹാൻഡ് വാഷിന്റെ ഒരു ഫ്ലെക്സ് പോലെ ചെയ്തിട്ടുണ്ട്. അത് കാണിക്കട്ടെ? ഓക്കെ പ്ലീസ്. ആ ഇത് കാണാമോ? കാണാം കാണാം കാണാം. കണ്ടോ? യെസ് യെസ് കാണാം. കൊള്ളാമോ? നന്നായിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മുടെ എന്താ പറയാ പഴയ ബ്ലാക്ക് ബോർഡ് പോലെ. ആ ബോർഡ് പോലെയാണ്. സൈഡ് ഇത് കണ്ടോ? നന്നായിട്ടുണ്ട് കേട്ടോ. ശരി മാം. ഇതിങ്ങനെ നമുക്ക് ടേബിളിലൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് അല്ലേ? അതെ, പിള്ളേർക്ക് അന്നേരം നമുക്ക് ട്രെയിനിങ്ങിന് പോകുമ്പോഴേ അതിനു വേണ്ടി ചെയ്തേ. ഓക്കെ, വെരി നൈസ്. യൂസ് ചെയ്ത മെറ്റീരിയൽസ് എന്തൊക്കെയായിരുന്നു? ഹലോ, യൂസ് ചെയ്ത മെറ്റീരിയൽസ് എന്തൊക്കെയായിരുന്നു? ഞാന് മറ്റേ ഇതായിരുന്നു, എന്താ, നെറ്റിന്ന് എടുത്തതാണ്. എന്നിട്ട് ഇത് മറ്റേ തടി വെച്ച് ചെയ്തതാ. മറ്റേ തടി പോലത്തെ സംഭവം ഉണ്ടായിരുന്നു, മോന്റെ ബർത്ത്ഡേക്ക് മേടിച്ചതിന്റെ ബാക്കി ഉണ്ടായിരുന്നു. അന്നേരം അത് വെച്ച് ചെയ്തതാ. എന്നിട്ട് സാൻഡ് പേപ്പറിലാ ഒട്ടിച്ചേക്കുന്നേ. അന്നേരം ബാക്കി വന്ന സാൻഡ് പേപ്പറിന്റെ പുറത്ത് എടുത്ത് ഒട്ടിച്ച്, അന്നേരം ഇച്ചിരി കട്ടി കിട്ടും. എന്നിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച്. വെരി ഗുഡ്, നൈസ്ലി ഡൺ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ മാം. 1 സെക്കൻഡ് കേട്ടോ. ഓക്കെ, സോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ റൈറ്റ്, ഔട്ട്സൈഡ് സ്കൂൾ. ഞാനതൊന്ന് ഷെയർ ചെയ്യാം. സോ ആകെ ഒരു നക്ഷലിൽ പറയുവാണെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഹെൽത്ത്, പ്രോപ്പർ ഹെൽത്ത്, അതായത് ഹെൽത്തി ആകാനുള്ള ഒരേ ഒരു മാർഗം, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മാർഗം നല്ല ഹൈജീൻ ആയിരിക്കുക. എല്ലാ കാര്യത്തിലും, ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ക്ലൻലിനെസിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, നമ്മുടെ ആക്ടിവിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഹൈജീൻ ആയിരിക്കുക. അപ്പം ഹെൽത്തി ആകാനുള്ള അല്ലാണ്ട് കുറുക്ക് വഴികളൊന്നുമില്ല, സപ്ലിമെന്റ്സ് ഒന്നുമില്ല ഹെൽത്തി ആകാനായിട്ട്. നമ്മളുടെ ഹൈജീൻ പ്രോപ്പർ ആയിരിക്കണം. സോ ഔട്ട്സൈഡ് സ്കൂൾ, ഇൻസൈഡ് ദ സ്കൂൾ. ഇൻസൈഡ് ദ സ്കൂൾ എന്ന് പറയുമ്പോൾ ആസ് എ ടീച്ചർ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് കുട്ടികളുടെ ഹെൽത്തും. അത് കഴിഞ്ഞു. പേഴ്സണൽ ഹൈജീൻ തൊട്ടാണ്. പേഴ്സണൽ ഹൈജീൻ ആണോ ഇനി എടുക്കേണ്ടത്? ഔട്ട്സൈഡ് ദ സ്കൂളും കഴിഞ്ഞോ? റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷനും വേരിയസ് ഏജൻസീസ് അതെല്ലാം കഴിഞ്ഞു. പേഴ്സണൽ ഹൈജീൻ ആണ് ഇനി വരുന്നത്. അല്ല, ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് എടുക്കേണ്ടത്. ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ അത് എടുക്കണം എന്നാണോ? അതാണ് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് അവിടെ വരെ എടുത്തു, അതാണ് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പേഴ്സണാലിറ്റി എടുക്കാനുള്ളത്. ഓക്കെ ഓക്കെ, എന്തായാലും ഷെയർ ചെയ്യാം. നിങ്ങൾ തമ്മിലൊന്ന് തീരുമാനിക്കൂ എവിടെയാണ് എടുക്കേണ്ടത്. പേഴ്സണൽ ഹൈജീൻ തൊട്ടാണ് മിസ് എടുക്കണ്ടേ? അതെ.
ഓക്കെ, പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം അല്ലെ, നമ്മൾ ചെറുപ്പം തുടങ്ങി ശീലിച്ചു പോകുന്നതാണ്. അപ്പൊ ചെറുപ്പം തുടങ്ങിയാൽ നല്ല രീതിയിൽ ശീലിച്ചു പോയി കഴിഞ്ഞാൽ അഡൾട്ട് ആകുക, ഈവൻ നല്ല പേഴ്സണൽ ഹൈജീൻ ഉള്ള ഒരാളെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അയാളുടെ രീതികളും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെ, പുറമേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കമ്പണൻസിൽ നമ്മൾ പറഞ്ഞു കോസ്മെറ്റിക് ഫിറ്റ്നസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്രാൻഡഡ് കോസ്മെറ്റിക് യൂസ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ നമ്മളുടെ ഔട്ടർ അപ്പിയറൻസ് എത്രത്തോളം ഹൈജീൻ ആയിട്ടും ക്ലീൻ ആയിട്ടും സൂക്ഷിക്കുന്നു, നമ്മുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ആക്സസറീസ് യൂസ് ചെയ്യുന്നു, നമ്മൾ കണ്ടു കഴിയുമ്പോൾ യെസ് ആ ഒരു യെസ് ഫീൽ അല്ലെ, ഒരു അക്സെപ്റ്റൻസ്, ആളെ കാണുമ്പോഴുള്ള ഒരു അക്സെപ്റ്റൻസ് ഫീലിങ്സ്, അത് ഓക്കെ. സോ പേഴ്സണൽ ഹൈജീൻ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ്, അതായത് ഹൈജീനിക് ഹാബിറ്റ്സ് ഇൻ ചിൽഡ്രൻ, അത് ഈ 2 പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? ഞാൻ വായിക്കുന്നു. The human body can provide places for diseases, causing germs and parasites to grow and reproduce. These places include the skin and വരുന്നുണ്ടല്ലോ മാം, and in around the opening of the body. It is less likely that germs and parasites will get inside the body if people have good personal hygiene habits. Personal hygiene may be described as the principle of maintaining neatness and grooming of the external body. Personal hygiene is, as it says, personal. Everybody has their own habits and standards that they have been taught or they learn from others. It is basically the promotion and continuance of good health. So, for proper and organized working of the body, it is necessary to have good personal hygiene. Through proper health education, we live to develop good hygiene habits in children. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ബോഡി, നമ്മളുടെ ഔട്ടർ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോസ്ഡ് ആണല്ലേ. നമ്മൾ നല്ല നീറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നു കവർ ചെയ്യാനായിട്ട്, അതൊരു പ്രൊട്ടക്ഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ചില ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ആളുകൾ മാസ്ക് യൂസ് ചെയ്യുന്നു, കാരണം ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങളിലൂടെ ഈ ജെംസ് എൻട്രി ചെയ്യാനുള്ള ചാൻസസ്, ബാക്ടീരിയയും വൈറസും ഒക്കെ എൻട്രി ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നതാണ് എനിക്ക് കിട്ടിയതാണ് ഒരു ചുമ, അവിടെ നിന്ന് കിട്ടിയൊരു ഇൻഫെക്ഷൻ ആയിരുന്നു. മാസ്ക് വയ്ക്കുമ്പോൾ ശ്വാസം മുട്ടും, അത് കാരണം മാസ്ക് വയ്ക്കാതെയാണ് നടന്നത്. സോ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫെക്ഷൻ ആണ്. അതാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഡിസീസസ് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ്, ഈ ജേംസ് ഒക്കെ എൻട്രി. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പറ്റിപ്പിടിച്ച് വളരുന്ന അണുക്കൾ. അവരൊരു ഹോസ്റ്റ് ബോഡിയിൽ കയറിയിട്ട് ആ എന്തൊക്കെ ന്യൂട്രിയൻസ് ഉണ്ടോ അത് മുഴുവനും, ഇത്തിൽക്കണ്ണികൾ നമ്മൾ പറയില്ലേ, മരത്തിലൊക്കെ ഉണ്ടാകുന്ന ഇത്തിൽക്കണ്ണിയെ നമുക്കറിയില്ല, അതുപോലെ ആ ഒരു ബോഡിയിൽ നിന്ന്, ഹോസ്റ്റ് ബോഡിയിൽ നിന്ന് എല്ലാ ന്യൂട്രിയൻസും ഇവര് വലിച്ചെടുത്ത് ഇവര് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവര് വളരാനും റീപ്രൊഡക്ഷൻ നടക്കും. അപ്പൊ നമ്മൾ എത്ര കഴിച്ചാലും നമ്മൾ വീക്കായിരിക്കും, കാരണം ഈ ഒരു പാരസൈറ്റ് നമ്മുടെ ഉള്ളിൽ കയറിക്കുവാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇന്ന് സ്കിന്നില് പിന്നെ വൂണ്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പൊ കാലിലൊക്കെ വൂണ്ടുണ്ടായി, അതുപോലെ നേക്കഡ് ഫുട്ട് ആ രീതിയിൽ വെള്ളത്തിലൂടെയോ അഴുക്ക് വെള്ളത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ ഈ വൂണ്ടിലൂടെ എല്ലാം ഈ ജേംസ് എല്ലാം എൻട്രി ചെയ്യും. അവിടെ ആൻഡ് 2 വേണം, കാരണം ഇൻക്ലൂഡ് ദ സ്കിൻ ആൻഡ് ഇൻ ആൻഡ് അറൌണ്ട്, അങ്ങനെ വായിക്കുന്നു. ദീസ് പ്ലേസസ് ഇൻക്ലൂഡ് ദ സ്കിൻ ആൻഡ് ഇൻ ആൻഡ് അറൌണ്ട് ദി ഓപ്പണിംഗ് ഓഫ് ദ ബോഡി, ചുറ്റും എന്നുള്ള ആ ഒരു മീനിങ്ങില്. അപ്പൊ നല്ല പേഴ്സണൽ ഹൈജീൻ ഹാബിറ്റ്സ് ഉള്ള ആളുകളുടെ ബോഡിയിലേക്ക് ഇവയ്ക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മള് ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ അല്ലെ, ഇത് നമുക്കൊരു റോൾ പ്ലേ പോലെ കുട്ടികളെ കാണിക്കാനായിട്ട് പറ്റും. വൈറസിനൊക്കെ ഒരു പ്രത്യേക സൈസ് ഷേപ്പ് ഒക്കെ ഇല്ലേ, അതിനനുസരിച്ചൊരു സ്റ്റിക്കിനകത്ത് ഒരു വൈറസിന്റെ ഇങ്ങനെ ഷേപ്പ് ഒക്കെ വെച്ചിട്ട് കുട്ടികളെ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ ഈ ജേംസ് ഓടി പോകുന്നതായിട്ടോ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ആ ഒരു രീതിയിൽ ആ ഒരു അവയർനെസ്
കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ എക്സ്റ്റേണൽ ബോഡി എപ്പോഴും പ്രിപ്പയർ ചെയ്ത് വെക്കുക, ഗ്രൂം ചെയ്ത് വെക്കുക, ഇതുപോലെ വളരെ നീറ്റ് ആയിട്ട് തന്നെ ഗ്രൂം ചെയ്ത് വെക്കുക. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ആണല്ലേ, കാരണം എന്റെ പേഴ്സണൽ ഹൈജീൻ അത് ശ്രദ്ധിക്കേണ്ടത് ഞാൻ തന്നെയാണ്. നമ്മളൊരു കൊച്ചു കുട്ടിയുടെ ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക, പിന്നെ പ്രായമായിട്ട് വയ്യാത്ത ഒരാളുടെ അങ്ങനെ വരുമ്പോൾ അവരുടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അല്ലാതെ നോക്കുമ്പോൾ പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ അവനവന്റെ തന്നെയാണ്. നമ്മുടെ ഹാബിറ്റ്സ്, നമ്മള് സ്റ്റാൻഡേർഡ്, ഇതെല്ലാമാണ് നമ്മുടെ പേഴ്സണൽ ഹൈജീനുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. നമ്മള് ചെറുപ്പം തുടങ്ങി നമ്മൾ ശീലിച്ചിട്ടുള്ള കാര്യങ്ങള്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങള് അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും കണ്ട് യെസ് ഇത് ഫോളോ ചെയ്താൽ നന്നായിരിക്കും എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ചില ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ശരിക്കും ഒരു ഗുഡ് ഹെൽത്തിന്റെ പ്രൊമോഷൻ തന്നെയാണ് ബേസിക്കലി പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. അതാ പറഞ്ഞത്, കുറുക്കു വഴികളൊന്നുമില്ല ഹെൽത്തി ആകാൻ, ഹൈജീൻ ആണ് അതിനുള്ള മാർഗം. ഒരു ബോഡി നല്ല രീതിയിൽ ഇന്റേണൽ പാർട്സ് ആണെങ്കിലും എക്സ്റ്റേണൽ പാർട്സ് ആണെങ്കിലും പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കണം, അതിന് നല്ല ഹൈജീനും വേണം, ഗുഡ് പേഴ്സണൽ ഹൈജീൻ വേണം. പ്രോപ്പർ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് ഗുഡ് ഹൈജീൻ ഹാബിറ്റ്സ് കുട്ടികളിൽ വളർത്താനായിട്ട് പറ്റും. പ്രോപ്പർ ഹെൽത്ത് എഡ്യൂക്കേഷൻ, കുട്ടികളുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആ അവയർനെസ് അവരിലേക്ക് കൊടുക്കണം. ചില കുട്ടികൾക്ക് അത് ത്രൂ വിഷ്വൽ, അതായിരിക്കും നല്ല വിഷ്വൽ ഇമ്പാക്ട്. അപ്പൊ ചെറിയ ചെറിയ വീഡിയോകളിലൂടെയോ അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേക്കും അവർക്കത് പെട്ടെന്ന് കിട്ടും. പിന്നെ ഇതുപോലുള്ള റോൾ പ്ലേ, നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന റോൾ പ്ലേ, അങ്ങനെ നമുക്ക് ഈ ഹെൽത്ത് അല്ലാണ്ട് ഒരു ക്ലാസ് കുറെ സ്ലൈഡ്സിൽ കുറെ റൈറ്റപ്സ് വെച്ചിട്ട് അങ്ങനെ ക്ലാസ് കൊടുത്താലൊന്നും കൊച്ചു കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവർക്ക് മനസ്സിലാവൂല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. വലിയ കുട്ടികൾക്കും ആ ഒരു ഇൻട്രസ്റ്റ് വരില്ല. ഇതുപോലെ റോൾ പ്ലേസ് ഒക്കെ കാണിച്ച് അതുപോലുള്ള അവയർനെസ് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ അത് നിൽക്കും. ഓക്കെ, ഇനി ആ ഒരു ഹാബിറ്റ്സ് എങ്ങനെ നമ്മൾ പേഴ്സണൽ ഹൈജീൻ നമ്മൾ ചെയ്യും ഉറപ്പാക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. 2 പോയിന്റ്സ് ആയിട്ട് റീഡ് ചെയ്യാം. ഫസ്റ്റ് 2 പോയിന്റ്സ് ആരെങ്കിലും റീഡ് ചെയ്യും? Maikata ma'am. Yes, please. Habits of cleanliness. Habits once formed become a part of the personality of the child. So they must learn good habits from the period of being young. The teachers show clean and tidy that itself affects the habits of the students. Clean body skin. If the surface is not kept clean, it will not be able to check the influence of germs. So teachers should highlight the significance of a clean body, skin and the outer surface of the body. Full വായിക്കണോ ma'am? 2 പോയിന്റ്സ് മതി. അത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത 2 പോയിന്റ്സിലേക്ക് പോകാം. ഹാബിറ്റ്സ് ഓഫ് ക്ലീൻലിനെസ്. ഓക്കെ, അപ്പൊ നമുക്ക് വൺസ് ഫോം ചെയ്ത ഹാബിറ്റ്സ്, നമ്മൾ പറയുമല്ലോ ചൊട്ടയിലെ ശീലം ചുടല വരെയും, ചെറുപ്പത്തിലേ തുടങ്ങുന്ന ശീലങ്ങൾ നമ്മൾ വലുതാവുന്ന വരെയും കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ആ ശീലങ്ങൾ ഗുഡ് ഹാബിറ്റ്സ് ആണെങ്കിലോ, ഗുഡ് ഹാബിറ്റ്സ് ആവുമ്പോൾ അത് നല്ലത് തന്നെയല്ലേ. അത് നമ്മളുടെ എത്ര പ്രായം വരെയും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറും ഒരു കുട്ടിയുടെ എന്ന് പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ ചെറുപ്പം തുടങ്ങിയ ദേ മസ്റ്റ് ലേൺ ഗുഡ് ഹാബിറ്റ്സ്. അവരുടെ ആ വളരുന്ന പ്രായത്തിൽ തന്നെ അവര് നല്ല ഹാബിറ്റ്സ് പഠിച്ച് വേണം പോകാൻ. അപ്പൊ അങ്ങനെ അവര് വളരുന്ന ആ ഒരു പ്രായം, ആ ഒരു സറൗണ്ടിങ്, ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അവര് കണക്ട് ആയി നിൽക്കുന്നത് വീടും സ്കൂളുമാണ്. അത് ടീച്ചേഴ്സിന് അത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്കറിയാം കുട്ടികൾ സ്കൂളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന ടൈം സ്കൂളിലാണ്. രാവിലെ എണീറ്റ ഉടനെ തന്നെ അവരുടെ റൊട്ടീൻസ് എല്ലാം ചെയ്തിട്ട് അവർ നേരെ സ്കൂളിലേക്ക് വരും. വൈകിട്ട് ചെന്ന് കഴിഞ്ഞാലോ വീണ്ടും ഇതുപോലെ തന്നെ കളിക്കോ ഭക്ഷണം കഴിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട്
അവർ ഉറങ്ങുകയാണ്. അപ്പൊ ഏറ്റവും ആക്റ്റീവ് ആയിരിക്കുന്ന സമയം, അവർക്ക് ഉള്ളിലേക്ക് ഇൻഫർമേഷൻസും പല കാര്യങ്ങളും എത്തുന്ന ആക്റ്റീവ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കൂളിൽ ഇരിക്കുമ്പോഴാണ്. അപ്പൊ ടീച്ചേഴ്സിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളത്. കുട്ടികൾക്ക് ഇതുപോലുള്ള ഹാബിറ്റ്സ് അങ്ങനെ അവർക്ക് കൊടുക്കണം, ഏത് രീതിയിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. പിന്നെ ടീച്ചേഴ്സ് ഇറ്റ്സെൽഫ് ഒരു റോൾ മോഡൽ ആവുകയാണെങ്കിൽ വളരെ ക്ലീൻ ആയിട്ട് നല്ല പോലെ ആ ഒരു രീതിയിൽ വരുന്നൊരു ടീച്ചർ ആകുമ്പോൾ അതും കുട്ടികളെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് അവർക്ക് ടീച്ചറെ പോലെ ചെയ്യാം, ടീച്ചർ ചെയ്യുന്ന പോലെ ചെയ്യാം, അങ്ങനെ ഒരു ഫീലും വരും. പിന്നെ ക്ലീൻ ബോഡി സ്കിൻ, നമുക്കറിയാം സർഫസ്, നമ്മുടെ ബോഡിയുടെ സർഫസ് അത് ക്ലീൻ ആയിട്ട് വെച്ചില്ലെങ്കിൽ അത് ജേംസിന്റെ ഇൻഫ്ലുവൻസിന്റെ കാരണമാകും, അത് അറ്റാക്ക് ചെയ്യാൻ, അണുക്കളെ ബാധിക്കാൻ ഇടയാകും. അപ്പൊ ടീച്ചേഴ്സ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യണം നമ്മളുടെ ബോഡി നല്ല ക്ലീൻ ആയിരിക്കണം അല്ലെ. ഏറ്റവും ചെറിയ ക്ലാസ്സിലായിരിക്കുമ്പോൾ ടീച്ചേഴ്സ് നോക്കാറുണ്ടല്ലോ, നെയിൽസ് കട്ട് ചെയ്തിട്ടുണ്ടോ, മുടി നല്ലപോലെ കോംപ് ചെയ്ത് വൃത്തിയായിട്ട് കെട്ടി വെച്ചിട്ടുണ്ടോ, ട്രിം ചെയ്തിട്ടുണ്ടോ, ആൺകുട്ടികളുടെ കേസ് നോക്കുമ്പോ. പിന്നെ ഫേസ്, മുഖം നോക്കുമ്പോ തന്നെ അറിയാം ക്ലീൻ ആണോ, കുളിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെല്ലാം ചെക്ക് ചെയ്യൂലേ. ഔട്ടർ സർഫസ് ഓഫ് ദ ബോഡി, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതല്ല അത് ക്ലീൻ ആക്കി വെക്കണം, അതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം പറഞ്ഞു കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് 2 points. ഹലോ, കേക്കാവോ? കേൾക്കാം. Neatness of hair, nails, fingers, and teeth. These parts of our body should be maintained clean by washing, combing, cutting, and brushing whenever required. Ears, eyes, nose, and throat. Ears being one of the most important organs of the body should be cared for, and any defect or injury in the ears should be immediately brought to the notice of a doctor. Eyes should be washed regularly with clean water. In the same way, the nose and the throat are also to be kept clean. Throat is joined with the nose, ears, and mouth. ഓക്കെ, നീറ്റ്നെസ് ഓഫ് ഹെയർ, നെയിൽസ്, ഫിംഗർ ആൻഡ് ടീത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടീച്ചേഴ്സ് അത് നോക്കും നല്ലപോലെ, നഖമൊക്കെ വെട്ടിയിട്ടുണ്ടോ, പിന്നെ പല്ല്, പിന്നെ ചെക്കപ്പുകൾ ചിലപ്പോൾ സ്കൂളിൽ ക്യാമ്പ് പോലെയൊക്കെ നടത്തുന്ന ഹെൽത്ത് ചെക്കപ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതും ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്യണം. വാഷ് ചെയ്ത മുടിയൊക്കെ ആകുമ്പോൾ കോംപ് ചെയ്ത് വെക്കണം, നെയിൽസ് കട്ട് ചെയ്യണം, പിന്നെ മുടി കട്ട് ചെയ്യണം, ട്രിം ചെയ്യണം ആവശ്യമുള്ളപ്പോ. അതുപോലെ തന്നെ നല്ലപോലെ ബ്രഷ് ചെയ്ത് എല്ലാം വൃത്തിയാക്കി നീറ്റാക്കി വെക്കണം എന്നാണ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ അഴുക്ക് പിടിക്കും, പല ഈ ലേസും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, കുട്ടികൾക്ക് ഭയങ്കര ചൊറിച്ചിലും ഒക്കെ വരും. ഓക്കെ, പിന്നെ ഇയേഴ്സ്, ഐസ്, നോസ്, ത്രോട്ട്, നമ്മുടെ ഒരു ENT സെഷൻ അല്ലെ, എല്ലാം കണക്റ്റഡ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ഓർഗൻ ആണ് ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്, ഒരു ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ അത് കാണിക്കുകയും വേണം. ഓക്കെ, കണ്ണുകൾ എപ്പോഴും നല്ലപോലെ കഴുകി വാഷ് ചെയ്യണം റെഗുലർലി വിത്ത് ക്ലീൻ വാട്ടർ. എണീറ്റ ഉടനെ തന്നെ നമ്മൾ നല്ലപോലെ നല്ല ക്ലീൻ വാട്ടർ വെച്ച് കഴുകാറുണ്ടല്ലോ, കാരണം അങ്ങനെ കണ്ണ് വാഷ് ചെയ്യണം. പിന്നെ പുറത്ത് പോയിട്ട് വരുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും നല്ലപോലെ കണ്ണൊക്കെ വാഷ് ചെയ്യണം എന്ന് പറയുന്നത്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് പെട്ടെന്ന് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമല്ലേ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ കയറാം. സെയിം വേ അതുപോലെ തന്നെ നോസ്, ത്രോട്ട്, അതെല്ലാം നല്ല ക്ലീൻ ആയിട്ട് വെക്കണം. ത്രോട്ട് ഇതെല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. നോസ്, ഇയേഴ്സ് ആൻഡ് മൗത്ത് എല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കാറുണ്ട്, കുട്ടികളുടെ കാര്യത്തിലും നമ്മളിത് ശ്രദ്ധിക്കാറുണ്ട്. നെക്സ്റ്റ് 2 points. Clothing. Clothes. One puts Clothing. ഞാൻ വായിക്കട്ടെ. പ്ലീസ്. ചാപ്റ്റർ തീരുക. Okay. One puts on different types of clothes according to various seasons. Those should be clean and neat. The undergarments which are close to the body should also be kept clean and tidy. Habit of using handkerchief. We have to develop the habit of using handkerchiefs in children.
They can use it while they are sneezing, coughing, yawning, etc. Health education helps a person to keep his body healthy and keep himself free for illness. The health of each individual is very required to build a healthy community. ഓക്കെ, ക്ലോത്തിങ്. ഓക്കെ, നമ്മൾക്കറിയാം നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് വേരിയസ് സീസൺ ക്ലൈമറ്റിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാം. നമുക്ക് കൂടുതൽ നമ്മുടെ കേരളത്തിലെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് കോട്ടൺ ക്ലോത്ത്സ്, നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത്സ് ആണ് നല്ലത്. നല്ല നീറ്റ് ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യണം. അണ്ടർ ഗാർമെന്റ്സ് അത് ബോഡിയായിട്ട് ഏറ്റവും ക്ലോസ് ആണ്, സോ അതെപ്പോഴും ക്ലീൻ ആൻഡ് ടൈഡി ആയിരിക്കും. ഹാബിറ്റ് ഓഫ് യൂസിങ് ഹാൻഡ്കർച്ചീഫ്, അതിൽ ആ തേർഡ് സെന്റൻസിൽ സ്നീസിങ്, കഫിങ്, യോണിങ്, അത് YAWNI ഓട്ടുവായിട്ടില്ലേ, അതാണ് YAWNI. ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുക, അതായത് നമ്മൾ മൗത്ത് ഭയങ്കരമായിട്ട് ഓപ്പൺ ആവുന്ന എല്ലാ സമയത്തും ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. സ്നീസ് ചെയ്യുമ്പോൾ, കഫ് ചെയ്യുമ്പോൾ, നോൺ ചെയ്യുമ്പോൾ സമയത്തെല്ലാം ഈ ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യും. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒരു ആള്, അപ്പൊ ഇതെല്ലാം നമ്മൾ യാണിങ്ങിന്റെ മീനിങ് എന്താണ് മാം? ഏതാ യാണിങ്? അത് കോട്ടുവേർഡല്ലേ? ആ സമയത്ത് മൗത്ത് ഭയങ്കര വൈഡ് ആയിട്ട് ഓപ്പൺ ആവൂലേ? അങ്ങനെ തന്നെയല്ലേ നിങ്ങളൊക്കെ പറയുന്നേ? അവർക്ക് വരുമ്പോ ഭയങ്കരമായിട്ട് നമ്മള് ഓക്സിജൻ ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ടാന്നാ പറയാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമല്ലോ. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒരു ഹെൽപ്സ് എ പേഴ്സൺ ടു കീപ് ഹിസ് ബോഡി. ഹെൽത്ത് എഡ്യൂക്കേഷൻ, ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് എന്താ, നമ്മൾ ഹൈജീൻ ആയിരിക്കേണ്ടയും ക്ലെൻലിനെസിന്റെയും എല്ലാത്തിനെയും കുറിച്ചുള്ള അവയർനെസ് ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഫ്രീ ഫ്രം ഇൽനെസ്, അസുഖത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ അത് ശ്രദ്ധിച്ചാൽ തന്നെ ഇനി അസുഖം വരുന്നത് കംപ്ലീറ്റ്ലി അതിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. അത് കൂടാതെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം അതും നമ്മൾ ശീലാക്കണം. അപ്പോഴാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി, നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഇമ്മ്യൂൺ പവർ ഉണ്ട്, പക്ഷേ സംടൈംസ് ചില ഇതൊക്കെ നമ്മൾ ഫുഡ് സപ്ലിമെന്റ്സ് ആയിട്ട്, അതായത് വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്സ്, ആ ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. ഇതെല്ലാം നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടെങ്കിലും വി നീഡ് എക്സ്ട്രാ. സംടൈംസ് ചിലതെല്ലാം അത്ര ഉണ്ടാവില്ല, ഡെഫിഷ്യന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. നമുക്കറിയാം പല രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ഉള്ള ആളുകൾ ഉണ്ടല്ലേ. അങ്ങനെ വരുമ്പോൾ ചിലര് വെജിറ്റേറിയൻ മാത്രമായിരിക്കും, പ്യുവർ വെജിറ്റേറിയൻ. ചിലര് ചിലപ്പോ മുട്ടയും കൂടെ കഴിക്കും, വെജിന്റെ ഒപ്പം എഗ്ഗും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ചിലര് എഗ്ഗ്, വെജ്, ഫിഷ് അങ്ങനെ ഫോളോ ചെയ്യുന്നവരുണ്ടാവും. ചിലര് ഫുൾ നോൺ വെജിറ്റേറിയൻ, എല്ലാം കഴിക്കുന്ന നോൺ വെജിറ്റേറിയൻസ് അങ്ങനെ ഉണ്ടാവും. ഇത് പ്യുവർ വെജിറ്റേറിയൻ തന്നെ അതിൽ വേറൊരു കാറ്റഗറി ഉണ്ട്, വീഗൻസ് എന്ന് പറയും. വീഗൻസ് എന്ന് പറഞ്ഞാൽ അറിയോ? നമ്മുടെ ആക്ട്രസ് പാർവതി തിരുവോത്ത് വീഗൻ ആണ്. വീഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെജിറ്റേറിയൻ ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം അനിമൽ പ്രോഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യില്ല. അത് ഭക്ഷണമായിട്ടും യൂസ് ചെയ്യില്ല, ആക്സസറീസ് ആയിട്ടും യൂസ് ചെയ്യില്ല. നമുക്കിപ്പോ കിട്ടുന്ന കേർഡ്, യോഗട്ട് ഇതെല്ലാം അനിമൽ പ്രോഡക്ട്സ് അല്ലേ. കൗ മിൽക്ക്, അതിൽ നിന്നാണ് നമ്മൾ ഗീ, കേർഡ് അല്ലെ, ഇതെല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയറി പ്രോഡക്ട്സ് അതൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ ഈ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങള്, ബാഗ്, ചെരുപ്പ് അല്ലെ, അനിമൽ സ്കിൻ വച്ചിട്ടൊക്കെ എല്ലാ ചെരുപ്പൊക്കെ ഉണ്ടാവൂലേ, ലെതറൊക്കെ, അങ്ങനെ ഉള്ളതൊന്നും അവർ ഉപയോഗിക്കില്ല. അതാണ് വീഗൻ എന്ന് പറയുന്നത്. അപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ അവരപ്പോ കുറേ കാര്യങ്ങൾ അവർ യൂസ് ചെയ്യില്ലല്ലോ. അങ്ങനെ വരുമ്പോ ഇവർക്ക് ഡെഫിഷ്യൻസി ഉണ്ടാകും. അങ്ങനെ വരുന്നവർക്ക് ഡോക്ടേഴ്സ് സപ്ലിമെന്റ്സ് കഴിക്കാനായിട്ട് അവർക്ക് തീർച്ചയായിട്ടും സപ്ലിമെന്റ്സ് എടുക്കേണ്ടുന്നവര്, ബി കോംപ്ലക്സ് പോലുള്ള ടാബ്ലറ്റിന്റെ രൂപത്തിലുള്ള വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ അവരോട് കഴിക്കാനായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യും. ഓക്കെ, കാരണം അല്ലെങ്കിൽ അവർക്ക് പല അസുഖങ്ങൾ, പല ഡെഫിഷ്യൻസിയും ഉണ്ടാകാം. അതുകൊണ്ടാണ് അങ്ങനെ ഡോക്ടേഴ്സ് വീഗൻസിനോട് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഓരോ വ്യക്തിയും പേഴ്സണൽ ഹൈജീനിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതുപോലെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും
എല്ലാരും ഹെൽത്തി ഫാമിലി ആകൂലെ. അങ്ങനെ ഒരു കുറെ ഫാമിലി ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുമ്പോഴേക്കും അതൊരു ഹെൽത്തി കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. ഓരോ ഇൻഡിവിജ്വലും ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മള് ആ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്ക് തേർഡ് യൂണിറ്റ് എടുത്തോ? ആരെങ്കിലും തേർഡ് യൂണിറ്റ് എടുത്തോ? അശ്വതി മാം എടുത്തു മാം. എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോർത്തോ? ഇല്ല, ആരും എടുത്തില്ല. ഓക്കെ, ഞാൻ എന്തായാലും 6th യൂണിറ്റ് ആണ് എടുക്കുന്നത്. നമ്മളിപ്പോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലേ നമ്മൾ പറഞ്ഞത്, അതായത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും അതിന്റെ ഹൈജീനും അല്ലെ. നമ്മൾ ഇനി മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. ഇവിടെ നമ്മൾക്ക് ഹെൽത്തി ആകാൻ ഉണ്ടായിരുന്ന മാർഗം ഹൈജീൻ ആയിരുന്നെങ്കിൽ മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള മീൻസ് മാർഗം എന്ന് പറയുന്നത് മെന്റൽ ഹൈജീൻ തന്നെയാണ്. അവിടെയും നമുക്ക് കുറുക്കു വഴികളൊന്നുമില്ല. നമ്മളുടെ മനസ്സ് ഹൈജീൻ ആയിരിക്കണം. അപ്പോഴാണ് നമ്മളുടെ മാനസികാരോഗ്യം മെന്റൽ ഹെൽത്ത് പ്രോപ്പർ ആവുള്ളൂ. ചാപ്റ്റർ എടുത്തിട്ടോ. Okay, mental health and hygiene. നിങ്ങൾക്ക് അവിടെ യൂണിറ്റിന്റെ ടൈറ്റിൽ ആയിട്ട് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് കാണാം. അത് കഴിഞ്ഞിട്ടൊരു സബ് ടൈറ്റിൽ പോലെ ദ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ എന്ന് കാണാം. വിജി ഒന്ന് മ്യൂട്ട് ചെയ്യാം. സോ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് മാറ്റിയിട്ട് ഹൈജീൻ ആക്കാം. മെന്റൽ ഹൈജീൻ എന്നാണോ? മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ്. മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് എന്നുള്ളതല്ല അവിടെ വേണ്ടത്, ഹൈജീൻ ആക്കുക. ഓക്കെ, മെന്റൽ ഹെൽത്ത് മാനസിക ആരോഗ്യം, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ അറിയാം? ഒരു വ്യക്തി കടന്നു പോകുന്ന അവരുടെ മാനസികാവസ്ഥ ആണ് മെന്റൽ ഹെൽത്ത് പറയുന്നത്. നമ്മുടെ മാനസിക ആരോഗ്യം ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോ അതിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അതിന് മുമ്പും ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, പക്ഷെ ഈ ഒരു ഇയർ 2025 തുടങ്ങി ജനുവരി ഫെബ്രുവരി ആയപ്പോഴേക്കും ഭയങ്കര ചർച്ചകളായിരുന്നു മെന്റൽ ഹെൽത്തിനെ കുറിച്ച്. എന്തായിരുന്നു കാര്യം? ഈ 2 മാസം കൊണ്ട് കേരളത്തിലുണ്ടായ എന്തോ കേരളത്തിൽ കുട്ടികളിൽ ഉണ്ടായ ഒരുപാട് മരണങ്ങളും ഓരോ ഇതുണ്ടായിട്ടില്ല, ഒരു കുട്ടികള് കേസുകൾ ഉണ്ടായിട്ടില്ലേ, അമ്മയെ ഇതാക്കി ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ചിൽഡ്രന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ 2 ആഴ്ചത്തോളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രോഗ്രാംസ് എല്ലാം അവര് അറേഞ്ച് ചെയ്തിട്ടില്ലേ കുട്ടികളിൽ. ഓക്കെ, എന്റെ സൗണ്ട് ക്ലിയർ അല്ല എന്ന് പറയണു, ആണോ? ഇല്ല, ക്ലിയർ ആണല്ലോ.
കുറെ പേര് ഇങ്ങനെ ഹംസപ്പ് ഇടുന്നു, കുറച്ചു പേർക്ക് ക്ലിയർ അല്ലാന്ന് തോന്നുന്നു. ഓക്കെ, കണ്ടതുകൊണ്ട് ചോദിച്ചത് മാത്രം. യെസ്, മാനസിക ആരോഗ്യ സാക്ഷരതയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. പണ്ടും അത് വേണമെന്നായിരുന്നു. പക്ഷെ ഈ ഒരു 2 months കൊണ്ട് നടന്ന അപകടങ്ങൾ, കൊലപാതകങ്ങൾ അല്ലെ, മകൻ അച്ഛനമ്മമാരെ കൊല്ലുന്നു, അയൽവാസി തൊട്ട് അടുത്ത വീട്ടിലെ എല്ലാരെയും, കൊച്ചു കുട്ടികളെ വരെ വെറുതെ വിടുന്നില്ല, ആ രീതിയിലുള്ള കൊല്ലുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം മെന്റൽ ഹെൽത്ത് ലിറ്ററസി, മാനസിക ആരോഗ്യ സാക്ഷരതയാണ് നമ്മൾ ഓരോരുത്തരിലും വേണ്ടത് എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങളും ഒക്കെ വന്നു. ഓക്കെ, ഈ മെന്റൽ ഹെൽത്ത് എല്ലാ കാലഘട്ടത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് അറ്റൈൻ ചെയ്യാം, പക്ഷെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹൈജീൻ അത് ലോ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര പാടാണ്. കാരണം ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിലേക്ക് ആളുകൾ പോകും, പിന്നെ ഒരു ഡിപ്രഷനിലേക്ക് പോകും, പിന്നെ മെഡിസിൻ എടുക്കേണ്ടി വരും, ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോകും, പിന്നെ ചിലര് ലൈഫ് എൻഡ് ചെയ്യും, ചിലപ്പോ സെൽഫ് ഹാം ചെയ്യും, മറ്റുള്ളവരെ ഹാം ചെയ്യും, ആ രീതിയിലേക്ക് പോകും. അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഹാപ്പിനെസ് അല്ല എല്ലായ്പ്പോഴും. അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഈ വരുന്ന അപ്പ് ആൻഡ് ഡൗൺസ്, ഈ ഓരോ പ്രശ്നങ്ങളും പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു അതനുസരിച്ചാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. കാരണം നമുക്ക് ലോസ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ലൈഫിൽ. നമുക്ക് കാശ് നഷ്ടപ്പെടാം, നമ്മുടെ വീട് നഷ്ടപ്പെടാം, നമ്മളുടെ ഉറ്റവർ, നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടാം, അങ്ങനെയൊക്കെ വരാം. ചില നഷ്ടങ്ങൾ നമുക്ക് നികത്താൻ പറ്റാത്ത നഷ്ടങ്ങൾ വരും. പക്ഷെ നമ്മൾ എങ്ങനെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് മാനേജ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. എനിക്കൊരു ലോസ് സംഭവിച്ചു, എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ ആ ഒരു വിഷമത്തില് സങ്കടത്തിൽ ഇരിക്കുക. കുറച്ചു കഴിഞ്ഞപ്പോ എനിക്കതൊരു തീരാ ദുഃഖം പോലെ ഗ്രീഫായി മാറി. ആ സാഡ്നെസ് എന്നുള്ളത് കുറച്ചുകൂടെ ഒന്ന് ഇതായിട്ട് ഗ്രീഫായി. എനിക്ക് ആ സങ്കടം വന്നപ്പോ ശരിയായ രീതിയിൽ എനിക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അഥവാ ഒരു നമ്മളെ വളരെ അടുത്തറിയാവുന്ന വ്യക്തി ആ സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ആ സങ്കടം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയേനെ, അല്ലെങ്കിൽ എനിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മാർഗം കിട്ടി ഞാനത് മാനേജ് ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ ഇതൊന്നും നടന്നില്ല. എനിക്കത് ഭയങ്കര തീരാ ദുഃഖമായി മാറി, ഗ്രീഫായി. കുറച്ച് അവിടെയും എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല, എനിക്കതിന് എക്സ്റ്റേണൽ സപ്പോർട്ടും കിട്ടിയില്ല എന്ന് വിചാരിക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോ അത് ഡിപ്രഷനിലേക്ക് പോയി. വിഷാദം അതൊരു രോഗമാണെന്നല്ലേ പറയുന്നത്, വിഷാദ രോഗം. ഡിപ്രഷനിലേക്ക് പോയി. അവിടെയും എനിക്ക് ഇന്റർവെൻഷൻ ഒന്നും കിട്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോ അതൊരു ക്ലിനിക്കൽ ഡിപ്രഷനായി മാറി. അതായത് മെഡിസിൻ എടുക്കേണ്ട അവസ്ഥയിലേക്ക് പോയി ആ ഡിപ്രഷൻ. അവിടെയും ഇന്റർവെൻഷൻ നടന്നില്ല. ഞാനൊരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടില്ല, മെഡിക്കേഷൻ എടുത്തില്ല. ആ ഒരു ഭയങ്കര ഡിപ്രഷനോട് കൂടി ഞാൻ ലൈഫ് മുന്നോട്ട് തള്ളി നീക്കുക. സോ ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ മീ. അത് ഭയങ്കര കഠിനമായിട്ട് എനിക്ക് തോന്നി ആ ഒരു ഡിപ്രഷനിൽ ജീവിക്കാൻ. സോ ഞാൻ എന്ത് ചിന്തിക്കും, എനിക്ക് തോട്ട്സ് വന്നു, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, ഈ ലൈഫ് അങ്ങ് എൻഡ് ചെയ്തേക്കാം. ആ ഒരു തോട്ടായി, സൂയിസൈഡൽ തോട്ട്, ലൈഫ് എൻഡ് ചെയ്തേക്കാം തോട്ട്സ് ആയി. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ, ഞാൻ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തും. എങ്ങനെ എന്റെ ലൈഫ് എൻഡ് ചെയ്യണം, ഹാങ് ചെയ്യണോ, പോയ്സൺ എടുക്കണോ, ട്രെയിനിന്റെ മുന്നിൽ എന്താ വേണ്ടത് എന്നുള്ള തോട്ട്സ് ആയിരിക്കും. മീൻസ് ഏത് മാർഗം എന്നുള്ളത് കണ്ടുപിടിക്കും. അങ്ങനെ ആ മാർഗം ഞാൻ കണ്ടുപിടിച്ചു. ലൈഫ് എൻഡ് ആവുകയാണ്. നമ്മൾ കേൾക്കാറില്ലേ, പക്ഷെ ഇന്ന് രാവിലെയും കൂടെ ഞാൻ കണ്ട ആളാണ്. നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കുന്നത് ആള് സൂയിസൈഡ് ചെയ്തു എന്നാണ്. നാച്ചുറൽ അല്ലാത്തൊരു ഡെത്ത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും അല്ലെ. ഇന്ന് രാവിലെ കണ്ട് ഞാൻ സംസാരിച്ചതാ, വളരെ ചിരിച്ചാണ് എന്നോട് സംസാരിച്ചത്, പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ടായിരിക്കും ഓരോ വ്യക്തികളും നമ്മുടെ ചുറ്റും, ഒരുപക്ഷെ നമ്മുടെ വീടിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അത് കൊച്ചു കുട്ടികൾ തുടങ്ങിയിട്ട് പ്രായമായ ആൾക്കാർ വരെ ഉണ്ടാവും. അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ, നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ. അപ്പൊ ഞാൻ എന്റെ ലൈഫ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ആ വിഷമം വന്ന സമയത്ത് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് എന്നെ ഒരാള് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാൻ അടുത്ത സ്റ്റേജുകളിലേക്ക് പോകുന്നില്ലല്ലോ, അവിടെ വെച്ച് ഞാൻ ഓക്കെ ആയി. സംഹൗ ഞാൻ അത് മാനേജ് ചെയ്തു വിത്ത് ദ സപ്പോർട്ട് ഓഫ് എ പേഴ്സൺ, അല്ലെങ്കിൽ വിത്ത് ദ സപ്പോർട്ട് ഓഫ് സംതിങ്.
അടുത്ത ലെവലിലേക്ക് പോയി, എനിക്കത് തീരാ ദുഃഖമായി. അപ്പോഴും എനിക്കത് മാനേജ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗം കിട്ടി. സോ അപ്പൊ ഞാൻ ഓക്കെ. ഇനി അതും നടന്നില്ല, നെക്സ്റ്റ് ഡിപ്രഷനിലേക്ക് ചെല്ലുമ്പോഴും ഈ പറഞ്ഞ പോലെ കിട്ടുവാണെങ്കിൽ എന്തോ ആ സ്റ്റേജിലൂടെയാണ് പോകും. ചിലപ്പോ ചില അസുഖങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ വരുമ്പോ, ചില അമ്മമാർക്ക് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമ്പോ, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ നഷ്ടപ്പെടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ചെയ്തു പോവാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അവരൊരു പക്ഷെ പറയില്ലായിരിക്കും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് വിഷമം ഉണ്ടെന്നൊന്നും പറയില്ലായിരിക്കും. അവരുടെ നോൺ വെർബൽ ക്യൂസ് എന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന വ്യത്യാസം, നമ്മളുടെ ശബ്ദത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അങ്ങനെ അത് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തോ വിഷമത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ അവരെ ഒന്ന് കംഫർട്ട് ചെയ്ത് കാമാക്കി അത് മനസ്സിലാക്കി അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ചില ആളുകൾ വളരെ ആക്റ്റീവായിട്ട് നല്ല എല്ലാ പണികളൊക്കെ ചെയ്ത് കൃഷിയൊക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കും. പക്ഷെ പെട്ടെന്ന് വയസ്സാകുമ്പോഴേക്കും ഒരു അസുഖം വന്നവരങ്ങോട്ട് കിടപ്പായി കഴിയുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ജീവിക്കാൻ. കാരണം അവരുടെ പാസ്റ്റ് ലൈഫ് നോക്കുമ്പോൾ അവർ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, അവരവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും. പക്ഷെ കിടപ്പായി കഴിയുമ്പോഴേക്കും അവർക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമുക്ക് അവരെ അതിൽ നിന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ്. നമ്മൾ വികാരപരമായും നമ്മളുടെ മാനസികവും വൈകാരികവും സാമൂഹികപരമായ വെൽബീയിങ്, നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, അതാണ് മെന്റൽ ഹെൽത്ത്. ഇനി മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് അഫക്ട്സ് ഹൗ വി തിങ്ക്, നമ്മൾ എങ്ങനെ ചിന്തിക്കും, ഹൗ വി ഫീൽ, നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യും, ആൻഡ് ഹൗ വി ആക്ട്, നമ്മളുടെ ആക്ഷൻസ്. ഇപ്പോ ചില ആളുകളെ കളിയാക്കുമ്പോൾ ചിലർക്കതൊരു പ്രശ്നമില്ല, അവർ ഭയങ്കര കൂളായിട്ട് എടുക്കും. പക്ഷെ ചിലർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അല്ലെ. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യും, ചിലർ ദേഷ്യപ്പെടും. അപ്പോ ആക്ഷൻസ് അത് നമ്മളുടെ മെന്റൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നു. ഒരാൾ എന്നെ കളിയാക്കി, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, കുറെ ദിവസത്തേക്ക് എനിക്ക് ആ ഒരു ഫീലിങ്സ് ആയിരിക്കും, ആ ഒരു സങ്കടമോ ദേഷ്യമോ എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ അത് എന്റെ മെന്റൽ ഹെൽത്തിനെയാണ് അഫക്ട് ചെയ്തത്. ഞാൻ മര്യാദക്ക് നല്ല രീതിയിൽ പോയി വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് കണ്ടു, പക്ഷെ ഒരാള് എന്നെ എന്തോ പറഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെ പ്രശ്നമായി, ബുദ്ധിമുട്ടായി. അതെന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. അപ്പൊ അത് പിന്നെ എന്റെ രീതികളും മാറും എല്ലാം. പിന്നെ നമ്മൾ എങ്ങനെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നു, നമ്മുടെ മെന്റൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. നല്ല മാനസികമായ നല്ല ആരോഗ്യമുള്ള ഒരാള് വളരെ നല്ല രീതിയിൽ തന്നെ അയാൾക്കുണ്ടാകുന്ന സ്ട്രെസ്സിനെ മാനേജ് ചെയ്യും. നമ്മളുടെ ലൈഫിന്റെ എല്ലാ സ്റ്റേജിലും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ കുറെ അങ്ങ് വലുതായി യൂത്ത് ആയി കഴിഞ്ഞാൽ എനിക്ക് മെന്റൽ ഹെൽത്ത് നല്ലത് മതി എന്നല്ല. പക്ഷെ കുട്ടി തുടങ്ങിയിട്ട് പ്രായമായവർ ഏത് ഏജ് വരെ ആയാലും ആ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലൈഫിലെ എവറി സ്റ്റേജസ്. അത് ചൈൽഡ്ഹുഡ് ആയിക്കോട്ടെ, അഡോളസൻസ് ആയിക്കോട്ടെ, അഡൾട്ട്ഹുഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഓൾഡ് ഏജിലേക്ക് പോകുമ്പോഴായിക്കോട്ടെ. നമുക്കറിയാം ബോഡിയും മൈൻഡും സെപ്പറേറ്റ് അല്ല. ഏതോ ഒരു ക്ലാസ് ആണോ എന്ന് എനിക്കറിയില്ല, മൈൻഡ് എവിടെയാണെന്ന് ആരോ ചോദിച്ചു. നിങ്ങളാണോ ചോദിച്ചേ? എന്തോ ഈ ബാച്ചിൽ ആരും ചോദിച്ചതായിട്ട് കേട്ടിട്ടില്ല. ഓക്കെ, മൈൻഡ് എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ ചോദ്യം കേട്ടപ്പോഴാണ് ഞാനും ചിന്തിച്ചത് മൈൻഡ് എവിടെയാ. അങ്ങനെ അപ്പൊ കുട്ടി പറഞ്ഞതാണ്, നമ്മൾക്ക് അതായത് നമ്മുടെ ബോഡിയുടെ ചില പോയിന്റ്സിൽ നമുക്ക് ചില ഇൻസിഡൻസ് ഒക്കെ നടക്കുമ്പോൾ ഓരോ ഫീലിങ്സ് വരില്ലേ. സോ മൈൻഡ് അവിടെയെല്ലാം ആണെന്നാണ്. ചിലപ്പോ ഒരു വിഷമം വരുമ്പോ നമുക്ക് ചില ഭാഗങ്ങളിൽ ബോഡിയിൽ പെയിൻ വരും. ചിലപ്പോ കാലിലാകാം, കയ്യിലാകാം, അല്ലെങ്കിൽ മുഖത്ത് പെയിൻ വരും, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പെയിൻ ആയിരിക്കും. അപ്പൊ നമ്മളുടെ മനസ്സ് ആ ഓരോരോ പോയിന്റിലാണെന്നാണ് ആ കുട്ടി പറഞ്ഞത്. അത് കറക്റ്റ് ആയിരുന്നു. സോ നമുക്ക് ഓരോ കാര്യം വരുമ്പോ നമുക്ക് പെയിൻ,
ബോഡിയും മൈൻഡും സെപ്പറേറ്റ് അല്ല. കാരണം നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ തലവേദന, ചിലര് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും, ചിലർക്ക് ലൂസ് മോഷൻ ആയിരിക്കും, ഡൈജസ്റ്റീവ് അത് പ്രശ്നം വരും. നമ്മളുടെ മനസ്സിന്റെ ഒരു പ്രശ്നം ബോഡിയിലൂടെ റിഫ്ലക്ഷൻ ആയിട്ട് വരുന്നു അല്ലെ. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, സ്കൂളിൽ പോണ സമയമാകുമ്പോഴേക്കും കരഞ്ഞ് വിളിച്ച് ഛർദിച്ച് വോമിറ്റ് ചെയ്ത് ആകെ പ്രശ്നവും. അപ്പൊ പിന്നെ സ്കൂളിൽ വിടില്ല, വോമിറ്റ് ചെയ്ത് ആകെ പ്രശ്നമായിപ്പോലെ. ആ സ്കൂൾ ടൈം അങ്ങ് കഴിയുമ്പോഴേക്കും അവരങ്ങനെ നോർമലാവും. നമുക്കതൊരു കള്ളത്തരാന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഉണ്ടാകുന്ന ടെൻഷൻ കൊണ്ട് അവരുടെ ബോഡി റിയാക്ട് ചെയ്തു, ബോഡിയിൽ അതിന്റെ റിഫ്ലക്ഷൻ നമ്മൾ കാണുക, വോമിറ്റ് ചെയ്യുന്നു, എന്തോ ഒരു പേടി അല്ലെ. പിന്നെ പരീക്ഷാ സമയമാകുമ്പോ ടോയ്ലറ്റിൽ കയറുന്നു ഇറങ്ങുന്നു, ലൂസ് മോഷൻ. അതാണ് ആ ഒരു ടെൻഷൻ, ആൻസൈറ്റി. അതുകൊണ്ട് എല്ലാം പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒരു ടെൻഷനാ. എക്സാം ടൈം ആകുമ്പോഴേക്കും ഒരു പ്രോബ്ലം. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ബോഡിയും മൈൻഡും ഒന്നാണ്, രണ്ട് സെപ്പറേറ്റ് യൂണിറ്റ്സ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ടെൻഷൻ വരുമ്പോൾ നമുക്ക് ഹെഡേക്ക് ഉണ്ടാകുന്നു, ക്ഷീണം ഉണ്ടാകുന്നു, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വരുന്നു, ആൻസൈറ്റി, നമ്മുടെ സ്റ്റൊമക്ക് അപ്സെറ്റ്, നമുക്ക് ആകെ ഒരു സുഖം തോന്നില്ല. ആൻസൈറ്റി വരുമ്പോഴേക്കും ഉറക്കക്കുറവ്, ഇൻസോംനിയ, പിന്നെ റെസ്റ്റ്ലെസ് ആയിട്ട് നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, കോൺസെൻട്രേഷൻ കുറയുന്നു. ബോഡിയിൽ ഇതിന്റെ എല്ലാം റിഫ്ലക്ഷൻസ് വരും നമ്മൾക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ. സോ ബോഡി ആൻഡ് മൈൻഡ് ഒറ്റ യൂണിറ്റ് തന്നെയാണ്, സെപ്പറേറ്റ് യൂണിറ്റ്. നമുക്കൊരു സാധനമായി കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല മൈൻഡ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അതില് കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ, ഹെൽത്ത് എന്നുള്ളത് കട്ട് ചെയ്ത് മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് എന്നുള്ളത് കട്ട് ചെയ്ത് നമ്മള് സയൻസ് എന്നാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഫസ്റ്റ് പാരഗ്രാഫില് 1, 2, 3, 4 ഫോർത്ത് ലൈനില് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഇൽനെസ് എന്നാക്കുക. ഹെൽത്ത് അല്ല, ഇൽനെസ്, ILLNESS. ഓക്കെ, ഇനി ആരെങ്കിലും ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യാമോ? Mental health and hygiene. The concept of mental hygiene. Mental health is science which deals with the process of attaining mental health and averting mental illness. It attempts to develop and apply principles and techniques for the preservation and promotion of mental health as well as for the prevention and treatment of mental illness, ultimately leading to an adequate adjustment and well-balanced development of one's personality. Mental hygiene is a manner of life which is the individual adjustment of his atmosphere is maintained intact. According to Crow and Crow, mental hygiene is a science that deals with human welfare and pervades all fields of human relationship. So mental hygiene is a science അല്ലെ, എന്തൊരു സയൻസ് ആണ്, മീൻസ് ഫാക്ട് ആണ്, ഇറ്റ്സ് എ സയൻസ്. നമുക്ക് മെന്റൽ ഹെൽത്ത് അറ്റൈൻ ചെയ്യാനുള്ള പ്രോസസ്സുമായി ഡീല് ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. നമ്മളുടെ മെന്റൽ ഇൽനെസ് അത് ഇല്ലാണ്ടാക്കുക, അത് മെന്റൽ ഇൽനെസ് വരാത്ത രീതിയിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക, അതാണ് മെന്റൽ ഹൈജീൻ പറയുന്നത്. എന്താ മെന്റൽ ഇൽനെസ്സും മെന്റൽ ഇൽ ഹെൽത്തും തമ്മിലുള്ള ഡിഫറൻസ്? ഇൽനെസ് എന്ന് പറഞ്ഞ രോഗം എന്നർത്ഥം. മെന്റൽ ഇൽ ഹെൽത്തോ ഹെൽത്തി അല്ലാത്ത എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ചെറിയ പ്രശ്നം ഉണ്ടാവുന്നത്. മെന്റൽ ഇൽനെസ് നമുക്ക് മനസ്സിനുണ്ടാകുന്ന ഒരു ഡിസോർഡർ അല്ലെ, ഒരു രോഗാവസ്ഥ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത്. ഓക്കെ, മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇപ്പൊ മെന്റൽ ഇൽനെസ് നമുക്ക് ചില തെറാപ്പികൾ ചെയ്തോ മെഡിക്കേഷൻസോ കൊണ്ടോ നമ്മളുടെ മെന്റൽ ഇൽനെസ് നമുക്ക് മാറ്റാം. കുറച്ച് കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും, ഫോളോ അപ്സ് വേണം, ചില സെഷൻ അങ്ങനെ നമുക്ക് മാറ്റാം. മെന്റൽ ഇൽനെസ് അവിടെയാണ് തിരുത്താൻ പറഞ്ഞ ILLNESS. അതെ, ആ ഫോർത്ത് ലൈനിലെ മെന്റൽ ഹെൽത്ത് എന്നല്ലേ കിടക്കുന്നത്, നിങ്ങൾക്ക് അത് ഇൽനെസ് ആക്കുക.
അത് ILLNESS ആണോ? ILLNESS. ഓക്കെ. അതിന്റെ മുകളിലുണ്ടല്ലോ സെക്കൻഡ് ലൈനില് അവേർട്ടിങ് മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. സെയിം തന്നെ അവിടെ മെന്റൽ ഇൽനെസ്. മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ ആര്യയെ പറ്റി ഞാൻ പറയാം. ആര്യയെ കണ്ടില്ലേ? മര്യാദക്ക് ഡ്രസ് ചെയ്യാൻ അറിയില്ല, മുടി ഇട്ട് വെച്ച് കണ്ടില്ലേ? ഞാൻ ഇങ്ങനെ ഫുൾ നെഗറ്റീവ് പറയുമ്പോ ദാറ്റ് മീൻസ് എന്റെ മെന്റൽ ഇൽ ഹെൽത്ത് ആണ്. അത് ഞാൻ തന്നെ വിചാരിക്കണം. അസൂയ കുശുമ്പ് ഇങ്ങനെയൊന്നും മരുന്നില്ല എന്ന് നമ്മൾ പറയില്ലേ? ഞാൻ തന്നെ വിചാരിച്ചാലേ അത് ക്യൂർ ആവുള്ളൂ. ഓക്കെ, അതാണ്. വേറെ പേരൊന്നും കണ്ടില്ല കേട്ടോ. അത് ആര്യാന്ന് വെച്ച് ആര്യ അങ്ങനെയൊന്നും ആവില്ല. അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. മറ്റേത് നമുക്ക് മെഡിക്കേഷൻസ് കൊടുക്കാം, തെറപ്പി കൊടുക്കാം, നമ്മുടെ സപ്പോർട്ട് കൊണ്ട് ശരിയാവും. ഇതൊന്നും ശരിയാകാത്ത ചില ആൾക്കാരില്ല. അവർക്ക് പല പല പ്രശ്നങ്ങൾ, എന്തിന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരെയും പറ്റി നല്ലത് പറയില്ല, ഇങ്ങനെ മോശം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറയുന്ന അതാണ് മെന്റൽ ഇൽ ഹെൽത്ത്. ഓക്കെ, നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ നല്ലപോലെ കുളിച്ച് ഭയങ്കര ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഇട്ട് അത് മാത്രമല്ല, നമ്മളുടെ മെന്റൽ ഹെൽത്ത് കൂടിയാണ്. ഔട്ടർ അപ്പിയറൻസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കണം എന്നൊക്കെ നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ പറഞ്ഞു. കോസ്മെറ്റിക് ഫിറ്റ്നസ് അത് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ ബോഡിയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോണ കാര്യമെല്ലാം പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റിന്, ബാലൻസ്ഡ് ഡെവലപ്മെന്റിന് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അഡ്ജസ്റ്റഡ് ആൻഡ് വെൽ ബാലൻസ്ഡ് ഡെവലപ്മെന്റ്. നമുക്കറിയാം, നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. നമ്മളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിലാണ് ചെയ്യുന്നത്. നമ്മളൊരു ഫാമിലിയില്, അതുപോലെ തന്നെ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് അല്ലെ, സോഷ്യലി അക്സെപ്റ്റഡ് ആവണം. ആളുകളുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു. അതിന്റെ അർത്ഥം ആളുകളുടെ സ്ലേവ് ആകുക എന്നല്ല. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ സൊസൈറ്റിയുടെ നോംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആകുന്ന ഒരു പേഴ്സണാലിറ്റി ആകണം. ഒരു പ്രോപ്പർ മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാൾക്കാണ് അത് സാധിക്കൂ. ചില ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ താല്പര്യപ്പെടില്ല, ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യപ്പെടില്ല. ദാറ്റ് മീൻസ് അവരുടെ മെന്റൽ ഹെൽത്തിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എല്ലാരെയും സംശയമായിരിക്കും. അവരിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എനിക്കാരും വേണ്ട, എനിക്കാരെയും വിശ്വാസമില്ല, ആരെയും വീട്ടിൽ കയറ്റില്ല, ഗേറ്റൊക്കെ അങ്ങ് കൂട്ടിയിടും, ജനലും വാതിലുകളൊക്കെ അടിച്ച്. അതൊരു അസുഖമാണ് കേട്ടോ. ശരിക്കും സ്ക്രിസോഫ്രീനിയ എന്ന് പറയും. ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടാതെ ജീവിക്കുന്ന വ്യക്തികൾ. അപ്പൊ നമ്മള് ഒരു വെൽ ബാലൻസ്ഡ് ഡെവലപ്മെന്റ്, നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ വെൽ ബാലൻസ്ഡ് ഒരു അഡ്ജസ്റ്റ്മെന്റ്, അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അതിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നു നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നാൾ നമ്മള് ഹെൽത്തി ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റ് എല്ലാം നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മളുടെ മെന്റൽ ഹെൽത്തിന് കണക്റ്റഡ് ആണ് കേട്ടോ, ഏറെക്കുറെയൊക്കെ. കാരണം ചില സമയത്ത് സ്പൈസി ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചൂടോ എന്തൊക്കെയോ ബുദ്ധിമുട്ടും, ഡൈജഷൻ പ്രോപ്പർ ആകാതെ വരുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ, അവിടെയും കാര്യങ്ങളുണ്ട്. പിന്നെ വാരി വലിച്ച് നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നു, അപ്പോഴും നമുക്ക് ഇതേ പ്രശ്നം വരും. അപ്പം എല്ലാം കണക്റ്റഡ് ആണ്, അതും കൂടെ ഒക്കെ. പിന്നെ ചില കെമിക്കൽ ആക്ഷൻസ് വരും. നമ്മൾ ഭയങ്കരമായിട്ട് സ്പൈസി ഫുഡൊക്കെ കഴിക്കുമ്പോൾ അസിഡിക് അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബോഡിയിൽ വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതും ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങള് സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ ചെയ്യാമോ? അതിന്റെ പേര് വേറൊന്നുമല്ല, എന്റെ അച്ഛമ്മ മരിച്ചുപോയി. അച്ഛന്റെ അമ്മ 108 വയസ്സുണ്ട് കേട്ടോ. പക്ഷെ ഷീസ് റോൾ മോഡൽ. റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ സെറ്റുമുണ്ട അലക്കാനും അതെങ്ങനെ ഫോൾഡ് ചെയ്യണം, എങ്ങനെ വിരിച്ചിടണം, കറക്റ്റ് ആ സ്റ്റാർച്ച് അതിൽ നിന്ന് എങ്ങനെ വിരിച്ചിടണം. ഈ കരയൊക്കെ ഉണ്ടാവുള്ളൂ സെറ്റുമുണ്ടിന്, നമ്മൾ നല്ല പോലെ കൊടഞ്ഞി വിരിച്ചില്ലെങ്കിൽ ഈ കരയൊക്കെ കൂടെ ഇങ്ങനെ ചുരുണ്ട് വരും. അപ്പൊ അതെങ്ങനെ വിരിച്ചിടണം അങ്ങനെയൊക്കെ എന്നെ പഠിപ്പിച്ച ഒരാളുണ്ട്. നല്ലപോലെ അത് ഫോൾഡ് ചെയ്ത് വെക്കാൻ. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കയറാറായപ്പോഴാണ് കോള് വന്നത്. അപ്പോഴാണ് അപ്പൊ പിന്നെ ക്ലാസ് പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ക്ലാസ് എൻഗേജ് ചെയ്തേ ഉള്ളൂ. കുറച്ച് ദൂരം ഉണ്ട്, മേ ബി ഒരു 3 hours ജേർണി ഉണ്ട്. അപ്പൊ ഞാൻ ഇത് കഴിയുമ്പോൾ അവിടെ പോകും. ഓക്കെ, സൈൻ ഔട്ട് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്.
മിസ് സൈൻ ഔട്ട് ഞാനാണേ. ആ ഒരു ആക്ഷൻ സോങ് ആണ്, കുഞ്ഞ് ആക്ഷൻ സോങ് ആണ് ഞാൻ ഇവിടെ പാടാൻ പോകുന്നത്. One finger, tap, tap, tap. Two finger, cut, cut, cut. Three finger, bend, bend, bend. Four finger, cross, cross, cross. Five finger, clap, clap, clap. Thank you, miss. okay, bye, very nice. Okay, bye, ma'am. Okay, thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Tata.